അടിപൊളി. ഇത് ചിക്കൻ 65 അല്ല, ചിക്കൻ 75 ആണ്. വെൽക്കം ടു പാടി ഫുഡ് റൗണ്ട്. പാടി ഫുഡ് റൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് ചിക്കൻ 65. ചിക്കൻ 65 കോഴി കൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നു. ചിക്കൻ 65 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ഒരു ഡിഷാണ്. ചിക്കൻ 65 പല രീതിയിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന രീതി തികച്ചും വ്യത്യസ്തമാണ്. പാടിയിലെ വ്യത്യസ്തമായ ഒരു റെസിപ്പിയുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നമുക്കപ്പോ പാടിയിലെ വ്യത്യസ്തമായ റെസിപ്പി അല്ല, കോമൺ വ്യത്യസ്തമായ റെസിപ്പി ആയിട്ട് നമ്മൾ വരുന്നത്. എല്ലാവർക്കും വീട്ടിൽ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ചിക്കൻ 65. അപ്പൊ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പെട്ടെന്ന് കട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചിക്കൻ വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിന്ന് കട്ട് ചെയ്യുന്നത് ടൈൽ സ്റ്റൗവിന്റെ മുകളിൽ വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഒരു മീഡിയം സൈസിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകാം. കഴുകിയതിനു ശേഷം നമുക്ക് ബാക്കി മാരിനേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഈ ബോണോട് കൂടി കട്ട് ചെയ്യണം ഏറ്റവും നല്ലത്. ബോൺലെസ് ആയി കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് കുറയും. അപ്പോൾ എപ്പോഴും ബോണോട് കൂടി ചിക്കൻ 65 ഉണ്ടാക്കണേ, അതാണ് ഏറ്റവും കഴിക്കാൻ ടേസ്റ്റ്. വെള്ളം ഒന്ന് ഡ്രെയിൻ ആവട്ടെ. വെള്ളം ഡ്രെയിൻ ആയ ശേഷം നമുക്ക് മാരിനേഷൻ സ്റ്റാർട്ട് ചെയ്യാം. മാരിനേഷൻ സ്റ്റാർട്ട് ചെയ്തത് പെട്ടെന്ന് തന്നെ കുക്കിംഗിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചിക്കൻ 65. അപ്പോൾ നമുക്ക് ഇനി മസാല മാരിനേഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2 കിലോ ചിക്കൻ, 1/4 കപ്പ് ഇഞ്ചി നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തത്, 1/2 കപ്പ് ഗാർലിക് വെളുത്തുള്ളി നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തത്, ഉപ്പ് 1 ടേബിൾ സ്പൂൺ, മഞ്ഞപ്പൊടി 1 ടീസ്പൂണ്, മുളക് പൊടി 2 ടേബിൾ സ്പൂണ്, ഇത് കാശ്മീരി മുളക് പൊടിയാണ്, പെപ്പർ 1 ടേബിൾ സ്പൂൺ, ഇത് തൈര് 2 ടേബിൾ സ്പൂണ്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കളർ ആഡ് ചെയ്യേണ്ടവർക്ക് കളർ ആഡ് ചെയ്യാം, പക്ഷെ നമ്മളിവിടെ കളർ ആഡ് ചെയ്യുന്നില്ല. കാശ്മീരി ചില്ലിയാണ് നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ലപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്യണം ഏറ്റവും നല്ലത്. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താൽ ശരിക്കും കറക്റ്റായിട്ട് ഉള്ളിലൊന്നും ശരിക്കും മസാല പിടിക്കില്ല. അപ്പോൾ കൈ കൊണ്ട് മിക്സ് ചെയ്യാം. ഇനി അതിനുശേഷം നമുക്ക് 1 കോഴിമുട്ട നമുക്ക് ഇതിലൊന്ന് പൊട്ടിച്ചൊഴിക്കാം. അപ്പം നമ്മളിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് കൂട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ കളറ് കുറവായത് സാധാരണ മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒരു പൊട്ട് കളർ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല റെഡ് കളർ കിട്ടും. പക്ഷേ കാശ്മീരി ചില്ലി പൗഡർ കൊണ്ട് നമുക്ക് കളർ ഇടാതെ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ കളർ നല്ല റെഡ് കളർ നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ നല്ലപോലെ ഒന്ന് മാരിനേഷന് ശേഷം ഇനി 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് വെക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് വൈറ്റ് ചെയ്ത് ഇങ്ങനെ ഒന്ന് അടിച്ചിട്ട്, നിങ്ങൾ ഹോട്ടലിലൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെയാണ് ചെയ്യാം. ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ അടിച്ചിട്ടാണ് വെക്കുക. അപ്പോൾ അതേപോലെ ഒന്ന് അടിച്ച് ശരിക്കും സെറ്റ് ആകാൻ വേണമെങ്കിൽ റെഫ്രിജറേറ്ററിൽ വെക്കാം, അല്ലെങ്കിൽ പുറത്ത് വെക്കാം, എവിടെ വേണമെങ്കിൽ വെക്കാം. റെഫ്രിജറേറ്ററിൽ വെച്ചാലും പെട്ടെന്ന് ഒരു അരമണിക്കൂറൊക്കെ റെഫ്രിജറേറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അല്ലാതെ പുറത്താണെങ്കിൽ 1 മണിക്കൂർ വെച്ചാൽ മതി. അപ്പോൾ 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് നമുക്ക് 1 മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 2 ടീസ്പൂൺ അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ,
ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഓപ്ഷനിലാണ് ഒരു സാധനം ചേർക്കാനുണ്ട്. ഇത് വെള്ള എള്ളാണ്. ഇത് വേണമെന്നുള്ളവർക്ക് ചേർക്കാം, പക്ഷെ നമ്മളിവിടെ സംഭവം ഉണ്ടായതുകൊണ്ട് നമ്മൾ ചേർക്കുന്നു. അത് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും സെക്കൻഡ് മാരിനേഷൻ കഴിഞ്ഞു. ഇനി എത്രയും പെട്ടെന്ന് തന്നെ എണ്ണയിലേക്ക് ഇടുകയാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ടൈൽ സ്റ്റൗ ഒന്ന് നമുക്ക് ഓൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ടൈൽ സ്റ്റൗ ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ മെറ്റൽ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചു. പിന്നെ ഒന്ന് കൈ കഴുകട്ടെ. നമ്മുടെ ഏകദേശം പാത്രം ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പൊ ഏകദേശം ചൂടായി വരുന്നുണ്ട് നമ്മുടെ പാന്. അപ്പൊ ഇനിയിപ്പോ അതിലേക്ക് നമുക്ക് ചിക്കൻ ഓരോന്ന് മെല്ലെ മെല്ലെ ഇടാം. കഴിയുന്നത് തിക്കായിട്ട് ഇടാൻ പാടില്ല. ഒന്ന് ഇളക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് മാറി മാറി ഇടണം. എന്നാലേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കാൻ പറ്റുള്ളൂ. ഒരുപാട് തിക്കായിട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത്രയും ഒരു ഇത് ഫ്രൈ കിട്ടില്ല. ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മറിച്ചിടാം. അപ്പൊ 10 മിനിറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ജസ്റ്റ് ഒന്ന് മറിച്ചിടണം നമുക്ക്. സത്യത്തിൽ ചിക്കൻ 65 ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ വലിയ പീസായി കട്ട് ചെയ്തു. കാരണം എന്താ, കുറച്ച് 2 കിലോന്റെ ചിക്കൻ ആയിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ വലിയ പീസായി കട്ട് ചെയ്തത്. പിന്നെ ഇവിടെ കഴിക്കാനും വളരെ ഞാനും നമ്മുടെ ബാബു മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ വലിയ പീസാക്കി കട്ട് ചെയ്തത്. ഒറ്റയടിക്കലും ഞങ്ങൾക്ക് ഒരു കോഴി കഴിക്കാൻ പറ്റും തോന്നുന്നില്ല. 1-2 സബ്സ്ക്രൈബേഴ്സ് വരാമെന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് കഴിക്കാം, മാത്രമേ ഉള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മുളക് കീറിയിടാണെങ്കിൽ, ഇത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുളക് ഇങ്ങനെ കീറിയിടുന്നത്. നമ്മുടെ ടൈൽ സ്റ്റൗവിൻ്റെ അടിഭാഗം ഒരു ചൂടും വന്നിട്ടില്ല പറയാം. ഇനിയിപ്പോൾ ഏകദേശം നമുക്കൊരു നമ്മൾ വലിയ പീസാക്കിയോണ്ടാണ് ഒരു 15 മിനിറ്റ് നമുക്ക് കുക്കിംഗ് ടൈം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ പീസാക്കി ആണെങ്കിൽ ഒരു 10-12 മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ഏകദേശം ഒരു 2-3 ട്രിപ്പായിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കേണ്ടി വരും. കാരണം ഇപ്പോൾ നമ്മളുടെ പാൻ ഒരുപാട് ചെറിയ പാനല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു 3 ടൈമായിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ 65 ആയിട്ടുണ്ട് ഫസ്റ്റ് ട്രിപ്പ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കോരിയെടുക്കാം. അതിന് മുമ്പ് നമ്മുടെ ടൈൽ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. ഇന്ന് ബിഗ് പീസസ് ഓഫ് 65 ആണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അപ്പൊ അങ്ങനെ തേർഡ് ട്രിപ്പ് നമ്മൾ ഇടാൻ പോണ്. അപ്പോൾ 2 കിലോ കോഴി 3 ട്രിപ്പായിട്ടാണ് നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്നത്. കാരണം നമ്മുടെ പാൻ വളരെ ചെറുതായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വലിയൊരു നമ്മുടെ ഈ കടായി
കടായി ആണെങ്കിൽ പെട്ടെന്ന് ഒരൊറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മുടെ പാൻ ചെറുതായതുകൊണ്ട് മാത്രം നമുക്ക് 3 ട്രിപ്പായിട്ട് വേവിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 15 മിനിറ്റ്. അപ്പോൾ ഏകദേശം 3ാമത്തെ ട്രിപ്പും ആയി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് കോരിയെടുക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ടൈൽ സ്റ്റവ് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പൊ എല്ലാ അറേഞ്ച്മെന്റും കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് ബാബുവിനെ സ്വാഗതം ചെയ്യാം. ബാബു കമോൺ കമോൺ കമോൺ. ഒരുമിച്ച് കഴിച്ചിട്ട് പറയാം. അല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാ എള്ളിട്ടില്ലേ അതിന്റെ ഒരു ഒരു അടിപൊളി. സത്യത്തിൽ ചിക്കൻ 65 എള്ളിടാറില്ല. പക്ഷെ നമ്മളൊന്ന് എള്ളിട്ട് എള്ളും പിന്നെ അതേപോലെ ജീരകപ്പൊടിയും അത് രണ്ടും വ്യത്യസ്തമായിട്ടൊരു ടേസ്റ്റ് നമുക്ക് വളരെ നല്ല രീതിയിൽ അനുഭവപ്പെടും. നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ ട്രൈ ചെയ്യണം. വലിയ ജീരകത്തിന്റെ പൊടിയും എള്ളും അടിപൊളി ഒരു സെപ്പറേറ്റ് ടേസ്റ്റ് അറിയില്ലേ സംഭവം അടിപൊളിയുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാം. അതിന്റെ പേരാണ് ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യണം വീട്ടിൽ. എന്നിട്ട് കമന്റ്സിലൂടെ ഞങ്ങൾ അറിയിക്കണം. ചിക്കൻ 65ന്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. നമ്മുടെ ടൈൽ സ്റ്റവ് ഉണ്ടാക്കിയത് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം, ബെൽ ഐക്കൺ അടിച്ചു പൊടിക്കുക. അടുത്ത വീഡിയോ കാണുന്നതിന് എല്ലാവർക്കും പാടി കൊടുത്തോട്ടെ.